കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാവിലെ എണീറ്റിട്ട് തറയിൽ ചവിട്ടിയപ്പോൾ ഉപ്പൂറ്റിയിൽ മുള്ളു കുത്തുന്ന പോലൊരു വേദന വന്നു. നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ ചുമരിലൊക്കെ പിടിച്ചിട്ടാണ് കുറച്ച് സമയം നടന്നത്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഈ വേദന തനിയെ മാറുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഉച്ചയ്ക്ക് കുറച്ച് സമയം ചെയറിലൊക്കെ ഇരുന്ന് എണീറ്റ സമയത്തും ഇതുപോലെ തന്നെ ഉപ്പൂറ്റിയിൽ നിന്ന് മുള്ളു കുത്തുന്ന പോലൊരു വേദന. ഇത് ദിവസങ്ങളോളം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഈ വേദന വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇരുന്ന് എണീക്കുന്ന സമയത്തും ഈ വേദന വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഞാനൊരു ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. ഞാനൊരു ഡോക്ടറെ അടുത്ത് ചെന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു ഉപ്പൂറ്റിയിൽ മുള്ളു കുത്തുന്ന ഒരു വേദന. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു പോയി ഉപ്പൂറ്റിയുടെ ഒരു എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഒരു എക്സ്റേ എടുത്തിട്ട് ചെന്നു. എക്സ്റേയിൽ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഉപ്പൂറ്റിയിൽ ഒരു എല്ലിൻ്റെ വളർച്ചയുണ്ട്. ഈ എല്ല് വളരുമ്പോൾ ഉപ്പൂറ്റിയിലെ പാടയിൽ ഇത് ഉരഞ്ഞിട്ട് അവിടെ നീർക്കെട്ടുണ്ടാക്കും. ഈ നീർക്കെട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഉപ്പൂറ്റിയിൽ വേദന ഉണ്ടാകുന്നത്. ഒരു കാര്യം ചെയ്തോ, ഒരു MCRന്റെ ചെരുപ്പ് കിട്ടും, അത് വാങ്ങിച്ചിട്ടോ. ഒരു 2 ആഴ്ചയ്ക്കുള്ള മരുന്ന് എഴുതാം. എന്നിട്ട് വേദന കുറഞ്ഞില്ലെങ്കിൽ നമ്മൾക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാം. അങ്ങനെ ഞാൻ ഒരു 2 ആഴ്ചയ്ക്കുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് തുടങ്ങും. ഉപ്പൂറ്റിയിൽ ഒരു എല്ല് വളരുന്നുണ്ട്. ഈ എല്ല് വളരുന്നതുകൊണ്ട് ഉപ്പൂറ്റിയിൽ നീർക്കെട്ടുണ്ടാവും. ഈ നീർക്കെട്ട് കൊണ്ടാണ് നമ്മുടെ ഉപ്പൂറ്റിയിൽ വേദന ഉണ്ടാവുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു തിയറിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഉപ്പൂറ്റി വേദനയെ കുറിച്ചുള്ള 5 കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന്, നമ്മൾ എക്സ്റേയിൽ കണ്ട കാൽക്കേനിയസ് സ്പർ അല്ലെങ്കിൽ ഉപ്പൂറ്റിയിലെ എല്ലിന്റെ വളർച്ചയാണോ ഉപ്പൂറ്റി വേദനയുടെ കാരണം. 2, ഉപ്പൂറ്റിയിലെ നീർക്കെട്ടാണോ ഉപ്പൂറ്റി വേദന ഉണ്ടാക്കുന്നത്. 3, ഉപ്പൂറ്റി വേദനയുടെ ചികിത്സകൾ എന്താണ്. ഉപ്പൂറ്റി വേദന ദിവസങ്ങൾക്കുള്ളിൽ മാറാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. 5, ഈ ഉപ്പൂറ്റി വേദന വരുമ്പോൾ ഏത് ചെരുപ്പാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എക്സ്റേയിൽ കണ്ട കാൽക്കേനിയസ് സ്പർ ആണോ നമ്മുടെ ഉപ്പൂറ്റി വേദനയുടെ കാരണം. നമ്മുടെ ഉപ്പൂറ്റിയിൽ കാണുന്ന എല്ലിനെ നമ്മൾ കാൽക്കേനിയം എന്നാണ് വിളിക്കുക. ഈ കാൽക്കേനിയത്തിന് 2 അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. ഒന്ന്, കാൽക്കേനിയത്തിന്റെ മുകളിലായിട്ട് കാണുന്ന വണ്ണക്കുടം എന്ന് പറയുന്ന ഒരു പേശിയുടെ വള്ളി അല്ലെങ്കിൽ ടെൻഡൻ വന്ന് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലം. 2, നമ്മുടെ പാദത്തിന്റെ അടിയിലായിട്ട് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ഒരു പാട വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു സ്ഥലം. നമ്മൾ വർഷങ്ങളായിട്ട് വിശ്വസിക്കുന്നത് ഈ കാൽക്കേനിയം എന്ന് പറയുന്ന ഈ എല്ലില് ഒരു ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ ഈ പാടയിൽ നീർക്കെട്ടുണ്ടാവുന്നു. ഈ നീർക്കെട്ടാണ് ഉപ്പൂറ്റി വേദനയുടെ കാരണം എന്നാണ്. ഇതിനെക്കുറിച്ച് ആദ്യമായി പഠനം നടക്കുന്നത് 1900-ലാണ്, ഒരു 123 വർഷങ്ങൾക്ക് മുമ്പ്. ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പ്ലാന്റ്നർ എന്ന് പറയുന്ന ഡോക്ടർ കടാവറുകൾ നടത്തിയ പഠനം. കടാവറുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡിയിൽ നടത്തിയ പഠനത്തിൽ അദ്ദേഹം ഡെഡ് ബോഡി ഡിസെക്ട് ചെയ്യുന്ന സമയത്ത് ഉപ്പൂറ്റിയിൽ ഒരു എല്ലിന്റെ വളർച്ച ഉണ്ട്. ഈ എല്ലിന്റെ വളർച്ചയെ അദ്ദേഹം കാൽക്കേനിയസ് സ്പർ എന്ന് വിളിച്ചു. ഈ കാൽക്കേനിയസ് സ്പർ, ഈ എല്ലിന്റെ വളർച്ച ഉപ്പൂറ്റിയിലെ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന പാടയിൽ നീർക്കെട്ടുണ്ടാക്കുന്നു, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടാകുന്നതെന്നും അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിൽ 1900 പബ്ലിഷ് ചെയ്തു. വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് ഈ കാൽക്കേനിയസ് സ്പർ നമ്മുടെ ഉപ്പൂറ്റിയിൽ നീർക്കെട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ വേദന ഉണ്ടാകുന്നതെന്നാണ്. പക്ഷേ 2018 ഡോക്ടർ ഹെൻസൺ എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹത്തിന്റെ 15 വർഷത്തെ പഠനങ്ങളിൽ അന്ന് റിപ്പോർട്ട് ചെയ്തത് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഉപ്പൂറ്റിയിലെ എല്ല് വളർച്ചയാണ് ഉപ്പൂറ്റിയിൽ ഉണ്ടാകുന്ന വേദനയുടെ കാരണം എന്നാണ്. പക്ഷേ ഞങ്ങൾ കണ്ടെത്തിയത് ഉപ്പൂറ്റിയിൽ വേദന ഉണ്ടാക്കാനോ ഈ വേദന കൂട്ടാനോ ഉപ്പൂറ്റിയിലെ എല്ല് വളർച്ച യാതൊരു രീതിയിലും കാരണം ആകുന്നില്ല എന്നാണ്. ഉപ്പൂറ്റിയിൽ യാതൊരു വേദനയും ഇല്ലാത്ത ആളുകളിൽ പോലും സ്വാഭാവികമായി ഈ എല്ല് വളർച്ച കണ്ടെത്താൻ സാധിക്കും എന്നാണ് അദ്ദേഹം അന്ന് റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഉപ്പൂറ്റിയിലെ നീർക്കെട്ട് കാരണമാണോ നമുക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടാകുന്നത് എന്നാണ്. ഒരു നൂറ്റാണ്ടിലേറെ നമ്മൾ വിശ്വസിച്ചിരുന്നത് ഉപ്പൂറ്റിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാണ് ഉപ്പൂറ്റി വേദനയുടെ കാരണം എന്നാണ്. പക്ഷേ 2003 ഡോക്ടർ ഹാർവി ലെമോണ്ട് എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ അന്ന് റിപ്പോർട്ട് ചെയ്തത് വർഷങ്ങളായിട്ടുള്ള പഠനങ്ങളിൽ ഒന്നും തന്നെ ഉപ്പൂറ്റിയിൽ നീർക്കെട്ടിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടും ഉപ്പൂറ്റിയിൽ കാണപ്പെടുന്ന മാറ്റങ്ങൾ സ്വാഭാവിക ദൈനംദിന മാറ്റങ്ങളാണ് എന്നതിൽ ഒരുപാട് തെളിവുകൾ
ഉള്ളതുകൊണ്ടും ഉപ്പൂറ്റിയിലെ വേദനയുടെ കാരണം നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഉപ്പൂറ്റിയിലെ നീർക്കെട്ടല്ല എന്നാണ് 2003 അദ്ദേഹത്തിന്റെ പേപ്പറിൽ റിപ്പോർട്ട് ചെയ്തത്. നൂറ്റാണ്ടുകളായി നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഉപ്പൂറ്റി വേദനയുടെ കാരണം നമ്മൾ എക്സ്റേയിൽ കാണുന്ന കാൽക്കേനിയസ് സ്പർ അല്ലെങ്കിൽ എല്ലിന്റെ വളർച്ചയോ അതുകൊണ്ടുണ്ടാകുന്ന നീർക്കെട്ടോ അല്ല എന്ന് തെളിയിക്കപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സകളുണ്ട്. നീർക്കെട്ട് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ചികിത്സകൾ, റെസ്റ്റ്, ഐസ്, ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, എന്നിട്ട് മാറിയില്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, എന്നിട്ടും മാറിയില്ലെങ്കിൽ സർജറി. ഇതൊന്നും ഉപ്പൂറ്റി വേദനയെ പൂർണ്ണമായി മാറ്റുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി മാറ്റാൻ സാധിക്കുന്ന ചികിത്സകളല്ല. അപ്പോൾ ഉപ്പൂറ്റി വേദനയെ പൂർണ്ണമായി മാറ്റാൻ ഒരു ചികിത്സ ഇല്ലേ? ഉപ്പൂറ്റി വേദനയുടെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അറിയേണ്ടത് ഉപ്പൂറ്റി വേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്നാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 പോസിബിൾ തിയറീസ് ആണുള്ളത്. ഒന്ന് വർക്ക് കപ്പാസിറ്റി തിയറി. ഉപ്പൂറ്റി വേദന ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഒന്ന് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളിലും അതല്ലെങ്കിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന മുതിർന്ന ആളുകളാണ്. ഈ ഒരു തിയറി പ്രകാരം നമ്മുടെ ശരീരത്തിന്റെ വർക്ക് ലോഡ്, നമ്മളുടെ ആക്ടിവിറ്റീസും നമ്മളുടെ കപ്പാസിറ്റിയും എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. അങ്ങനെ ബാലൻസ്ഡ് അല്ലെങ്കിൽ ഇതൊരു അൺബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും വേദന വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടി, ഡാൻസ് കളിക്കുന്ന കുട്ടി, ഒരു ദിവസം ഒരു 3 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിക്ക് നമ്മുടെ ഉപ്പൂറ്റിയിൽ വേദന വന്നു. പ്രത്യേകിച്ച് ഇഞ്ചുറീസ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ഉപ്പൂറ്റിയിൽ വേദന വന്നു. ഇവിടുത്തെ ഒരു പോസിബിൾ റീസൺ എന്തായിരിക്കും? ഈ ഒരു കേസിലേക്ക് എടുക്കുമ്പോൾ ഈ കുട്ടിയുടെ ആക്ടിവിറ്റീസിന്റെ ലോഡും ഈ കുട്ടിയുടെ കപ്പാസിറ്റി ഉണ്ട്, ശരീരത്തിന്റെ കപ്പാസിറ്റിക്ക് ഈ ആക്ടിവിറ്റി ലോഡ്, ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഈ ടൈം കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ആ ഉപ്പൂറ്റി വേദന മാറ്റാൻ വേണ്ടി എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും? ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുകയാണെങ്കിൽ മോഡിഫൈഡ് റെസ്റ്റ് ആണ്. മോഡിഫൈഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കുട്ടി 3 മണിക്കൂറാണ് ഡെയിലി ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് 1 മണിക്കൂറോ 1.5 മണിക്കൂറാക്കി ആദ്യം തന്നെ കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ ഈ പെയിൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ വേദന സഹിക്കാനായിട്ട് അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഗ്രാജുവലി ഈ ഡ്യൂറേഷൻ നമുക്ക് വേണമെങ്കിൽ കൂട്ടി വേണമെങ്കിൽ കൊണ്ടുവരാം. ഇനി വേറൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടല്ലോ, ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള മുതിർന്ന ആളുകൾ. ഇവർക്ക് ഒരു ദിവസം സ്പോണ്ടേനിയസ് ആയിട്ട് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാതെ തന്നെ ഉപ്പൂറ്റിയിൽ വേദന വന്നു. അതിൻ്റെ ഒരു പോസിബിൾ റീസൺ എന്തായിരിക്കും? ഇവിടെ വർക്ക് ലോഡ് കൂടിയതല്ല പ്രശ്നം, പക്ഷേ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രായമായി വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇവർക്ക് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും? റെസ്റ്റ്, കംപ്ലീറ്റ് റെസ്റ്റ്. റെസ്റ്റ് ഇവിടെ ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് അല്ല. കാരണം റെസ്റ്റ് എടുക്കുന്നവരും നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുള്ളൂ. അപ്പൊ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ വേദനയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിലും നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ വേദനകളെല്ലാം തന്നെ പൂർവാധിശക്തിയോടെ തിരിച്ചു വരുന്നതാണ് കാണാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ആക്ടിവിറ്റീസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലോഡ് കുറയ്ക്കുക എന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മളുടെ കപ്പാസിറ്റി കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ചോയ്സ് എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് എക്സസൈസുകൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് എക്സസൈസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ശരീരത്തിന്റെ കപ്പാസിറ്റി കൂട്ടാനും ഈ ഉപ്പൂറ്റി വേദന കുറയ്ക്കാനും വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു 3 എക്സസൈസുകളാണ്. ഒന്ന് പ്ലാന്റാർ ഫേഷ്യൽ സ്ട്രെച്ച്, 2 എക്സെൻട്രിക് ഹാഫും, 3 ടൗൽ ഗ്രിപ്പിംഗ്. ഈ 3 എക്സസൈസുകൾ നമ്മുടെ ഉപ്പൂറ്റിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ തിയറിയാണ് റെഫേർഡ് പെയിൻ തിയറി. ഈ ഒരു തിയറി പ്രകാരം നമ്മുടെ ഉപ്പൂറ്റി വേദന ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മളുടെ മുട്ടിന്റെ അടിയിലായിട്ട് കാണുന്ന വണ്ണക്കുടം എന്ന് പറയുന്നൊരു പേശിയുണ്ട്, കാഫ് മസിൽ. ഇതിൽ സോളിയസ് എന്ന് പറയുന്നൊരു പേശിയിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടാ അല്ലെങ്കിൽ ട്രിഗർ ആക്ടിവേഷൻ ഉണ്ടാകുമ്പോൾ ഈ വേദന നമ്മുടെ ഉപ്പൂറ്റിയിലേക്ക് റെഫർ ചെയ്യും അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യും. വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള പഠനങ്ങളിലൊന്നും തന്നെ ഉപ്പൂറ്റിയിൽ യാതൊരു രീതിയിലുള്ള നീർക്കെട്ടും ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു തിയറി ഭയങ്കര വെർത്ത് ബിലീവിംഗ് തിയറിയാണ്.
നമ്മളുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഈ സോളിയസ് എന്ന് പറയുന്ന പേശിയിലെ ലാറ്റിക് ആസിഡ് അല്ലെങ്കിൽ ട്രിഗർ ആക്ടിവേഷൻ റിലീസ് ചെയ്യുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായി ഈ വേദന മാറുന്നത് നമ്മൾ കാണാറുള്ളതാണ്. ഇനി ഉപ്പൂറ്റുവേന വരുമ്പോൾ ഏത് ചെരുപ്പിടണം? നമ്മൾ പ്രധാനമായിട്ടും ഉപ്പൂറ്റുവേന വരുന്നവരുടെ ചെരുപ്പിൽ 3 മാറ്റങ്ങളാണ് വരുത്താറുണ്ടായിരുന്നത്. ഒന്ന്, ഫ്ലാറ്റ് ഫുട്ട് ഉള്ള ആൾക്കാർക്ക് മീഡിയൽ ആർച്ച് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് കൊടുക്കും. 2, ഷൂസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇൻസോൾ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് കൊടുക്കും. 3, ചെരുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ചെരുപ്പ് മാറ്റിയിട്ട് MCR, കുറച്ചും കൂടി സോഫ്റ്റ് പാഡുള്ള MCR ചെരുപ്പുകൾ കൊടുക്കും. പക്ഷേ നമ്മളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഇതിനൊരു മിക്സഡ് റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ഈ ചെരുപ്പുകളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ വേദന കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ വേറെ ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ഈ ചെരുപ്പുകളിൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് വേദന കൂടുന്നതായിട്ടും അല്ലെങ്കിൽ വേദനയിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും കാണാത്തതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പൂറ്റുവേനുള്ളവർ MCRന്റെ ചെരുപ്പുകൾ നിർബന്ധമായി ഉപയോഗിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഈ ചെരുപ്പിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾക്ക് ഉപ്പൂറ്റുവേനയിൽ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെരുപ്പിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി ഈ ചെരുപ്പിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ ഉപ്പൂറ്റുവേനയിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ അത് നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല. കാരണം ഈ ചെരുപ്പിൽ ഒരു വ്യത്യാസങ്ങൾ വരുത്താതെ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രശ്നം അല്ലെങ്കിൽ ഉപ്പൂറ്റിയിലെ വേദന മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ്. അപ്പോൾ ചെരുപ്പിൽ മാറ്റങ്ങൾ വരുത്തണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ ചോയ്സ് അല്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. എഫക്റ്റീവായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് ഗുണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി കാര്യമായ ഗുണങ്ങളൊന്നും തോന്നിയില്ലെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെന്നും നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ വിശ്വസിക്കുന്ന പോലെ നമ്മുടെ എക്സ്റേയിൽ കണ്ട കാൽക്കേനിയസ് സ്പർ അല്ലെങ്കിൽ എല്ലിന്റെ വളർച്ചയോ അതുകൊണ്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന നീർക്കെട്ടോ അല്ല ഉപ്പൂറ്റുവേനയുടെ യഥാർത്ഥ കാരണം. മെജോറിറ്റി ഒരു 95% ആൾക്കാരുടെയും ഉപ്പൂറ്റുവേനയുടെ കാരണമായിട്ട് പറയുന്നത് ഒന്ന് വർക്ക് കപ്പാസിറ്റി ഇംബാലൻസ് തിയറിയോ അതല്ലെങ്കിൽ ഈ റെഫേർഡ് പെയിൻ, ഈ നമ്മുടെ കാലിന്റെ മുകളിലായിട്ട് ഉപ്പൂറ്റിയുടെ മുകളിലായിട്ട് കാണുന്ന വണ്ണക്കുടം എന്ന് പറയുന്ന പേശിയിൽ ഉണ്ടാകുന്ന ട്രിഗർ ആക്ടിവേഷനോ കാരണം ഉണ്ടാകുന്നതാണ്. ഈ പ്രശ്നം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ്. അപ്പോൾ താങ്ക് യു.